ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ഏരിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളൊരു യാത്ര പോകണം. ഓക്കെ, നമ്മൾ ഇരിട്ടിയിലേക്കാണ് പോകുന്നത്. മല്ലു ട്രാവലറിന്റെ ഈബിൾ ജെറ്റിന്റെ ഒക്കെ നാട്ടിലോട്ടാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളൊരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്റ്റിന് വേണ്ടിയുള്ള പാർട്സ് മേടിക്കണം. അതായത് പാർട്സ് ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി ലോങ് റേഞ്ച് പോകുന്നത്. ഏകദേശം 20 കിലോമീറ്ററോളം ഉണ്ട്. 1.5 മണിക്കൂർ യാത്ര ആകാണ്ടേ ഉള്ളൂ. നമ്മൾ ബൈക്കിനാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ ഡിലേ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമുക്ക് സുഖമായിട്ട് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ സമയം ഏകദേശം ഒരു 8 മണി 8:15 ആയി വരുന്നൊരു ടൈമാണ്. ഒരു 1/4 മണിക്കൂർ കൊണ്ട് ഞാൻ റെഡി ആയിട്ട് എന്നെ കൂട്ടാൻ നമ്മുടെ ഡ്രോൺ സീ റൈഡർ വരുന്നതായിരിക്കും. ഓക്കെ, അതായത് നമ്മളൊരു വണ്ടി മോഡിഫൈ ചെയ്ത കാര്യമൊക്കെ വീടുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു ചെക്കനാണ് ഡ്രോൺ സീ റൈഡർ. ഓക്കെ, അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID ലിങ്ക് ഞാനൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പം എന്നാ ചെയ്യേണ്ടത്, നമുക്ക് നേരെ ഇരിട്ടിയിലോട്ട് പോവാം. അപ്പം ബൈക്കിലാണ് പോകുന്നത്. മൈക്കിന് ചെറിയ ക്ലാരിറ്റി ഒക്കെ കുറവുണ്ടാവും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടൈം കളയണ്ട, നമുക്ക് നേരെ ഇരിട്ടിയിലോട്ട് പോവാം. നമ്മുടെ വണ്ടിപ്പണിക്കുള്ള, അതെന്ത് വണ്ടിയാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിപ്പണിക്കുള്ള കാർബറേറ്റർ മേടിക്കാൻ പോവാണ്. ഇരിട്ടിയിലോട്ടാണ് കാർബറേറ്റർ മേടിക്കാൻ പോകുന്നത്. ബാഗ് ഭയങ്കര ടൈറ്റാണ്. ബാഗിൽ കുറേ സാധനമുണ്ടേ, കാർബറേറ്റർ, അൾട്രാ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മേടിക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസൊക്കെ കണ്ടേക്കാം. പൈസ എത്രയാവുന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഡ്രോൺ സീ റൈഡറിനെ കാത്താണ് ഇരിക്കുന്നത്. നമ്മൾ അവൻ്റെ കൂടെയാണ് സാധനം എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അവനിപ്പോൾ എന്നെ ഇവിടെ നിർത്തി വെച്ച് പോയേക്കാണ്. ആളിപ്പോൾ വരും. ആളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടു കാണും, നമ്മളൊരു FZ ബൈക്ക് ബെൻറ്റൽ മോഡിൽ മോഡിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ ഉടമയാണ് ഈ ആള്. അപ്പോൾ ഇയാളെ ഇതിനു മുമ്പ് കണ്ടു കാണും പല വീഡിയോസിൽ. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം അങ്ങനെയുള്ള ഒരാളാണ്. കുറേ നേരമായി അവനെ കാത്തിരിക്കുന്നത്. പിന്നെ അവൻ വരാമെന്ന് പറഞ്ഞാൽ വരാതിരിക്കില്ല, ആള് വന്നിരിക്കും. ഓക്കെ, ആള് വന്നിരിക്കും. ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. എന്നെ ഇവിടെ അവൻ 10-12 മിനിറ്റായി. 5 മിനിറ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞവനാണ്. 10-12 മിനിറ്റായി. കൃത്യനിഷ്ഠ. അവൻ നമ്മൾ എന്നാ ചെയ്യണ്ടേ? അവൻ വരട്ടെ, നമുക്ക് നോക്കിയിരിക്കാം. വലിയ വണ്ടിയുടെ എരപ്പ് കേൾക്കുന്നുണ്ട്, നോക്കാം. സുഹൃത്തുക്കളെ, അവൻ വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഡ്രോൺ സീ കൂട്ടം വന്നിരിക്കുകയാണ്. ഇത് ആ കടന്നു വരുന്ന നായകനാണ് ഡ്രോൺ സീ റൈഡർ. എന്നെ എത്ര വരാൻ വൈകിയേ? കറക്റ്റ് ടൈമാ. വിട്ടാലോ? ശരിയായോടാ, ഞാൻ എന്താ കാണിച്ചത്? ഞാൻ അവിടെ ഒന്ന് വളമൊന്നും മറിക്കാൻ പറ്റാതെ ഞാൻ എനിക്ക് അപ്പുറത്തോട്ടേക്ക് പോകാം. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആറളം റോഡിലൂടെയാണ്. അപ്പോൾ ഇവിടുന്ന് വേണം നമുക്കിനി ഇരിട്ടി പാലം ആ ഒരു ഭാഗത്താണ്. അപ്പോൾ ആറളം റോഡ് സൂപ്പർ റോഡാണ്, കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ബൈക്ക് റൈഡേഴ്സിനൊക്കെ പോവാം. സൂപ്പർ റോഡാണ്. പിന്നെ ചെറിയൊരു മഴക്കോളൊക്കെ കാണുന്നുണ്ട്. മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റെയിൻ കോട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് നോക്കാം. കൊച്ചിനെ കണ്ട് ചുമ്മാ വഴി ചോദിച്ചേ. അവൻ ചെറിയ ചക്കനാ, പക്ഷെ അവൻ നമുക്ക് വഴി പറഞ്ഞു തന്നു കറക്റ്റായിട്ട്. കേട്ടോ, എന്താ നോക്കണേ, ചില നാട്ടിൽ പോയാലുണ്ടല്ലോ കറക്റ്റ് വഴി പറഞ്ഞു തരത്തില്ല. അവര് പറയും നേരെ പോയിട്ട് യൂട്ടേൺ അടിച്ചാലും മതി, നമുക്ക് വഴി അറിയാം. പക്ഷെ നമ്മൾ ചുമ്മാ ചോദിച്ചാ ചെക്കനെ ഒന്ന് കളിപ്പിക്കാൻ വേണ്ടി ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ റൈഡിങ് ഗിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വെയർ ചെയ്ത് കയ്യിലൊക്കെ അല്ലെങ്കിൽ കൈ കരുതി പോവുക. ഇപ്പം മഴ ഉള്ള ടൈമാണ്. ഇപ്പം ചെറിയൊരു മഴക്കോട് വരുന്നതേ ഉള്ളൂ. ഇപ്പം മഴ പെയ്യും, ഉടൻ തന്നെ പെയ്യും. അപ്പം പൈസ ഒന്നും നനയാത്ത രീതിയിൽ കവറപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ അതെ, നല്ല മഴ കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു പ്രത്യേക ഫീലാണ്, ഒന്നും പറയാനില്ല. ഒന്നുമില്ല, ഒരു രക്ഷയില്ല. നല്ലൊരു കിണ്ണ വൈബാണ്. മഴയും കഴിഞ്ഞ് ആ ഒരു തണുപ്പത്ത് നമ്മൾ നല്ല ഒരു ലോ സ്പീഡിൽ വണ്ടി ഓടിച്ച് അങ്ങ് പോവാണ്. അപ്പോൾ
നമ്മുടെ മെയിൻ ഗുജിനി കടയാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ഷോപ്പാണ്. നമ്മുടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റിയാൽ നമുക്ക് ആ ഷോപ്പിലൊന്ന് കയറാം. ഓക്കെ, ഇവിടുന്ന് വീഡിയോ ചെയ്തത്. അങ്ങനെ അതെ നമ്മൾ ഇരിട്ടിയിലോട്ട് നമ്മൾ ഇരിട്ടി മെയിൻ എത്താനായി. ഇരിട്ടി മെയിൻ ടൗൺ എത്താനായി. ഈ റോഡ് അപ്പുറമാണ് ഇരിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇരുന്ന് കാണുക. ഇന്ന് നാളെയോ വെള്ളിയാഴ്ച ആവട്ടെ. ഇപ്പൊ പാലത് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഒരു ടേണിംഗ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് വിശ്വവിഖ്യാതമായ ഇരിട്ടി പാലമാണ്. നമ്മുടെ നാട് മൊത്തം സോളാറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് വിജനപ്പിച്ച് വികസിച്ചിട്ടില്ലെങ്കിലും എന്നാൽ വികസിച്ചുകൊണ്ട് വിജനപ്പിക്കുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മൾ ഇരിട്ടി പാലം. കണ്ടിട്ട് കണ്ടോട്ടോ. ഇരിട്ടി പാലത്തിലാണ്. ഇനി അധികം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ചാർജ് ഒന്നുമില്ല. നമുക്ക് കുറേ നേരം യാത്ര തുടങ്ങിയിട്ട് നമുക്ക് കുറച്ച് പിറ്റ് സ്റ്റോപ്പ് എടുക്കേണ്ടി വന്നു. പിന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് മേടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോൺ ഓഫ് ചെയ്യുക, യാത്ര ചെയ്യുക, കട എത്തുമ്പോൾ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ ഇരിട്ടി പാലം വേണേ ഒന്ന് കാണുക. സ്വർഗം, ഇതാണ് സ്വർഗം. നമ്മുടെ പ്രദീപേട്ടൻ്റെ വർക്ക്ഷോപ്പ്. ലോകത്തിലെ സകലമായ വണ്ടിയുടെ എല്ലാത്തരം പാർട്സ് നിങ്ങൾക്ക് കിട്ടും. 2 വീലർ ആയിക്കോട്ടെ, 4 വീലർ ആയിക്കോട്ടെ, എന്നെ ആയിക്കോട്ടെ, എല്ലാ പാർട്സും കിട്ടും. നമ്മളങ്ങനെ പ്രദീപേട്ടൻ്റെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഏറെ നേരത്തെ അലച്ചിൽ നൊടുവിൽ ഞാൻ തപ്പുന്ന സാധനം എനിക്ക് ഇവിടെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത് ആ കാണുന്നതാണ് പ്രദീപേട്ടൻ. പ്രദീപേട്ടൻ സ്റ്റണ്ടായിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഈ ഷോയെല്ലാം കണ്ട് കൂടി ഞെട്ടിക്കാണും. ഒരു കാര്യം ചെയ്തേക്കാം, കൈ തുടച്ചിട്ട് നേരെ പ്രദീപേട്ടൻ്റെ അടുത്ത് ഹൈ സൂക്ഷിച്ചു നോക്കിയേ. എന്തോ ഒരു പന്തികേടില്ലേ? ക്യാമറ കണ്ട ആ ഏരിയ വരത്തില്ല. അവൻ്റെ വായിന്ന് വരുന്നതോ എൻ്റെ മോനെ വേറെ ലെവലായിട്ട്. ഹൈ കൊടുത്ത് നീ പേടിക്കണ്ട, ക്യാമറ ഭയങ്കര പേടിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രദീപേട്ടൻ്റെ ഷോപ്പ്. ഇത് ഷോപ്പിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ബൈക്ക് സ്പെയർ പാർട്സ് ഷോപ്പെല്ലാം ഉണ്ട്. നിങ്ങൾ വരുവാണെങ്കിൽ നമ്മുടെ ഇരിട്ടി മുക്കുത്തിക്ക എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രദീപേട്ടൻ്റെ ഈ ഒരു ഷോപ്പ് കാണാൻ പറ്റും. അത് ഇഷ്ടംപോലെ 2 വീലർ പാർട്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. സെക്കൻഡ് ഹാൻഡ് പ്രൈസിലാണ് കിട്ടുന്നത്. നല്ല പ്രീമിയം, അതായത് ഫസ്റ്റ് നല്ലൊരു ക്വാളിറ്റിയാണ് ഇതിന് കിട്ടുന്നത്. നല്ല നിങ്ങൾ നോക്കിയെടുക്കാം സാധനം, നമുക്ക് തന്നെ നോക്കിയെടുക്കാം. ചെക്ക് ചെയ്ത് പ്രദീപേട്ടൻ നമുക്ക് സാധനം തരും. അപ്പം നമ്മൾ എടുക്കാൻ വന്ന കാർബറേറ്ററാണ് ഇത്. ഏകദേശം ഒരു 100, 150, 200 മേലെ കാർബറേറ്ററുകൾ കാണും. അപ്പോൾ അത്രയും കാർബറേറ്റർ ഉണ്ട്. അപ്പം നമുക്ക് വേണ്ട കാർബറേറ്റർ നോക്കിയെടുക്കണം. ഇത് നമ്മൾ തിരിച്ചു വരുമ്പം കയറാം എന്ന് പറഞ്ഞ ഒരു സ്ക്രാപ്പ് യാർഡാണ്. അപ്പോൾ വലിയ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ പ്രദീപേട്ടൻ ഇടുന്ന സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോഴിക്കോട് ഉടനെ എത്തുന്നതാണ് എന്നാണ് പ്രതീക്ഷ. ടയറും കാര്യങ്ങളൊക്കെ പറഞ്ഞു, കാർബറേറ്റർ സാധനങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തിരിച്ച് പോവുകയാണ്. ഏകദേശം ഇനി ഒരു 1.5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീടെത്തുന്നതാണ് ഒരു പ്രതീക്ഷ. അടിപ്പം മഴ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഗൈസ്, അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നില്ല. അവിടെ പാർട്സ് ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പറ്റിയ സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ കാർബറേറ്റർ എടുക്കാനാണല്ലോ പോയത്. അവിടെ വളരെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് കാർബറേറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ട കാർബറേറ്റർ അല്ലായിരുന്നു. അപ്പം പ്രദീപേട്ടൻ്റെ ഷോപ്പിലേക്ക് പോയി സാധനങ്ങൾ കളക്ട് ചെയ്യണമെന്നുള്ളവർ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ പോയി ചെക്ക് ചെയ്താൽ മതി. നമ്പർ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം, പ്രദീപേട്ടൻ നമ്പർ പിൻ ചെയ്തിട്ടേക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായം നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം. പിന്നെ ഞാൻ വേറെ കാര്യം പറയാൻ വന്നത്, നമ്മൾ ഒന്നുകൂടി ഇരിട്ടി പോകുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് സാധനങ്ങൾ അവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓർഡർ ചെയ്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് വരുത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടില്ല. ഇരിട്ടിയിൽ പാർട്സൊക്കെ ഏതാണ്ടൊക്കെ എടുത്തോണ്ട് പോയി, ആരൊക്കെ എടുത്തോണ്ട് പോയി, അതിങ്ങനെ കളക്ട് ചെയ്യാൻ വരുമല്ലോ. അപ്പം നമ്മൾ കോഴിക്കോട് നിന്നാണ് സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഓർഡർ ചെയ്ത പാർട്സ് പ്രദീപേട്ട മുഖേന നമുക്ക് കിട്ടും. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അടുത്ത് തന്നെ ഇരിട്ടിക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വ്ളോഗ് പുറകെ ഉണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺഡ്. പിന്നെ എന്നാ പറയാനുള്ളത്, ഇതുപോലെ വിജ്ഞാനപ്രദമായ ഉപയോഗപ്രദമായ ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് നല്ല കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.